ആർഗസ് എക്സ്പ്ലെയിൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും മാർവൽ മൂവീസ് കണ്ടിരിക്കുമല്ലോ. ഇനി അഥവാ നിങ്ങളൊരു വലിയ മാർവൽ ഫാൻ അല്ലെങ്കിൽ പോലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊരു സ്പൈഡർമാൻ മൂവി കണ്ടിട്ടുണ്ടാകും. മിക്കവാറും നമ്മൾ ആദ്യമായിട്ട് കണ്ട സൂപ്പർ ഹീറോ മൂവി തന്നെ നമ്മുടെ ടോബി മഗ്വയറിൻ്റെ സ്പൈഡർമാൻ ആയിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കുറച്ചു കാലമായി മൾട്ടിവേഴ്സ് കോൺസെപ്റ്റ് ആണല്ലോ കാണിക്കുന്നത്. പല കഥാപാത്രങ്ങളുടെയും പല യൂണിവേഴ്സിലെ പല വേരിയൻറ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. MCUവിൽ തന്നെ സ്പൈഡർമാൻ നോ വേ ഹോം എന്ന പടത്തിൽ നമ്മൾ ഇതുവരെ വന്ന 3 സ്പൈഡർമാൻ വേരിയൻറ്റുകളെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞു. സത്യത്തിൽ സ്പൈഡർമാൻ ആകെ ഈ 3 വേരിയൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന പോലെ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ സ്പൈഡർമാൻ എക്രോസ് ദ സ്പൈഡർവേഴ്സ് എന്ന ആനിമേഷൻ പടത്തിൽ 100 കണക്കിന് സ്പൈഡർമാൻ വേരിയൻറ്റുകളെ കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മാർവൽ കോമിക്കുകളിലെ താരങ്ങളായ പല സ്പൈഡർമാൻ വേരിയൻറ്റുകളെ നമുക്ക് അക്കൂട്ടത്തിൽ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 5 സ്പൈഡർമാൻ വേരിയൻറ്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് ഏത് സൂപ്പർ ഹീറോയെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്കിനി ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. എർത്ത് 11638 നിന്നാണ് ഈ സ്പൈഡർമാൻ വരുന്നത്. സാധാരണ സ്പൈഡർമാൻമാരിൽ നിന്ന് ഈ സ്പൈഡർമാനെ വ്യത്യസ്തനാക്കുന്ന വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. അയാളുടെ ലുക്കോ ശക്തികളോ ഒന്നുമല്ലാതെ. എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ആ സവിശേഷതയെപ്പറ്റി ഞാൻ തന്നെ വിശദീകരിക്കാം. എർത്ത് 11638 പീറ്ററിൻ്റെ അങ്കിളായ ബെൻ പാർക്കർ മരിച്ചിട്ടില്ല. അതെ, ഈ സ്പൈഡർമാൻ ഒരിക്കലും തൻ്റെ അങ്കിളിനെ നഷ്ടപ്പെടുന്നില്ല. പീറ്ററിൻ്റെ ശക്തികളെക്കുറിച്ച് തിരിച്ചറിയുന്ന അങ്കിൾ ബെൻ അവനെ പരിശീലിപ്പിച്ച് ശക്തനായ ഒരു ഹീറോ ആക്കി മാറ്റുന്നു. അതോടൊപ്പം തൻ്റെ അസാമാന്യ ബുദ്ധി ഉപയോഗിച്ച് പീറ്റർ ടോണി സ്റ്റാർക്കിനെ പോലെ സമർത്ഥനായ ഒരു ബിസിനസ്മാനും സയൻറ്റിസ്റ്റുമായി തീരുന്നു. തൻ്റെ ശക്തികൾ കൂട്ടുന്നതിനായി മറ്റ് യൂണിവേഴ്സുകളിൽ നിന്നുമുള്ള സ്പൈഡർമാൻമാരുടെ ശക്തി അബ്സോർബ് ചെയ്യാനായി പീറ്റർ ഒരു പോർട്ടൽ ടെക്നോളജി കണ്ടെത്തുന്നു. അങ്ങനെ മറ്റ് സ്പൈഡർമാൻമാരുടെ ശക്തി അപഹരിച്ചുകൊണ്ട് പീറ്റർ അതിശക്തനായി തീരുന്നു. പക്ഷേ എർത്ത് 616 സ്പൈഡർമാൻ്റെ ശക്തികൾ അബ്സോർബ് ചെയ്യാൻ പീറ്റർ ശ്രമിക്കുന്നതോടെ കഥ മാറുന്നു. 2 സ്പൈഡർമാൻമാരും പരസ്പരം തർക്കിക്കുകയും ഒടുവിൽ അതുവരെ താൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് എർത്ത് 11638 പീറ്ററിന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതേസമയം അങ്കിൾ ബെൻ എർത്ത് 616 സ്പൈഡർമാൻ്റെ ശക്തികൾ ബലമായി അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുകയും അത് തടയാൻ ശ്രമിക്കവേ എർത്ത് 11638 സ്പൈഡർമാൻ പോർട്ടൽ യന്ത്രത്തിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത് കാരണം തൻ്റെ ശക്തികളെല്ലാം നഷ്ടപ്പെട്ട അയാൾ കോമയിലാവുകയും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുന്ന പീറ്ററിൻ്റെ ആത്മാവ് നരകത്തിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. അവിടെ നിന്നും അവനെ എർത്ത് 11638 സോസറർ സുപ്രീമായ ഡോക്ടർ ബാനർ രക്ഷിക്കുന്നു. നരകത്തിൽ അകപ്പെട്ടു പോയ നിരവധി ആത്മാക്കളുടെ ശക്തി പീറ്ററിന് നൽകിക്കൊണ്ടാണ് ഡോക്ടർ ബാനർ അവനെ നരകത്തിൽ നിന്നും പുറത്തെത്തിച്ചത്. കോമയിൽ നിന്നും എഴുന്നേറ്റ പീറ്ററിന് അതോടെ സ്പൈഡർമാൻ്റെ ശക്തികൾക്കൊപ്പം ഗോസ്റ്റ് റൈഡറിൻ്റെ ശക്തികളും ലഭിക്കുന്നു. എർത്ത് 982 നിന്നുമാണ് സ്പൈഡർ വുമണിൻ്റെ വരവ്. പീറ്റർ ബി പാർക്കറിൻ്റെയും മേരി ജെയിനിൻ്റെയും മകളായ മെയ്ഡേ പാർക്കർ ഒടുവിൽ തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരാൻ തീരുമാനിക്കുന്നു. പീറ്ററിൻ്റെ സ്പൈഡർമാൻ നേരിട്ട വില്ലന്മാരുടെ അടുത്ത തലമുറയായിരുന്നു മെയ്ഡേ നേരിടേണ്ടിയിരുന്നത്. സ്പൈഡർമാൻ്റെ ഏകദേശം എല്ലാ ശക്തികളും സ്പൈഡർ വുമണിനുണ്ട്. പക്ഷേ സ്പൈഡർമാനേക്കാൾ കൂടുതൽ വേഗവും മെയ്വഴക്കവും മെയ്ഡേ പാർക്കറിനുണ്ട്. അതോടൊപ്പം തന്നെ വസ്തുക്കളിൽ പറ്റിപ്പിടിക്കാനുള്ള ശക്തിയോടൊപ്പം തനിക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ കൈകൊണ്ട് തൊടാതെ ദൂരേക്ക് തെറിപ്പിച്ച് കളയാനുള്ള ശക്തിയും സ്പൈഡർ വുമണിനുണ്ട്. ക്ലാസിക് സ്പൈഡർമാനെ പോലെ വളരെ വലിയൊരു കഥ തന്നെ സ്പൈഡർ വുമണിനുമുണ്ട്. ഒരു ടിപ്പിക്കൽ ഡിസ്നി പ്രിൻസസിൻ്റെ മാതൃകയിലാണ് സ്പൈഡർ വുമണിൻ്റെ കഥ പോകുന്നത്. ഓവർ പ്രൊട്ടക്റ്റീവായ പീറ്റർ ആദ്യം മെയ്ഡയെ സൂപ്പർ ഹീറോ ആകുന്നതിൽ നിന്ന് തടയുകയും പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി മകളെ സൂപ്പർ ഹീറോ ആകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇമ്മോർട്ടൽ ഹൾക്ക് ഗ്രേറ്റ് പവർ എന്ന കോമിക് സീരീസിലാണ് സ്പൈഡർ ഹൾക്കിനെ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ബ്രൂസ് ബാനർ എന്ന പ്രതിഭാശാലിയായ സയൻറ്റിസ്റ്റ് ഒരു അപകടത്തിൽ പെടുന്നതോടെയാണല്ലോ ഹൾക്ക് എന്ന കഥാപാത്രത്തിൻ്റെ ജനനം. ഹൾക്കിനെ ബ്രൂസ് ബാനറിൻ്റെ ഉള്ളിലുള്ള ഒരു അപര വ്യക്തിത്വം എന്ന നിലയിലാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇമ്മോർട്ടൽ ഹൾക്ക് സീരീസിൽ ഹൾക്കിനെ മരണമില്ലാത്ത ഒരുതരം കോസ്മിക് എൻറ്റിറ്റി ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ കഥയിൽ ബ്രൂസ് ബാനർ തൻ്റെ ഉള്ളിൽ നിന്നും ഹൾക്കിനെ പുറത്താക്കുന്നു. തുടർന്ന് ഹൾക്ക് തനിക്ക് കുടിയിരിക്കാനുള്ള പുതിയൊരു ശരീരം കണ്ടെത്തുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ പാവം പീറ്റർ പാർക്കറിൻ്റെ ആയിരുന്നു. പൊതുവെ അതിശക്തനും മെയ്വഴക്കവുമുള്ള സ്പൈഡർമാന് അതോടെ ഹൾക്കിൻ്റെ ശക്തികൾ കൂടി കിട്ടി. പൊതുവെ ശാന്തനും വിവേകശാലിയുമായി പ്രവർത്തിക്കുന്ന സ്പൈഡർമാൻ അതിനുശേഷം അമിതമായി ദേഷ്യം വരുമ്പോഴും മാരകമായ മുറിവുകളോ മറ്റോ ശരീരത്തിൽ ഏൽക്കുമ്പോഴുമൊക്കെ ഹൾക്കായി മാറി തുടങ്ങി. അതിനുശേഷം പിന്നെ സ്പൈഡർമാൻമാരുടെ എതിരാളികളുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വലയിൽ തൂങ്ങിയ ഒരു ഭീമൻ ഹൾക്ക് നിങ്ങളുടെ നേരെ വന്നാൽ എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മാർവലിൻ്റെ തികച്ചും വ്യത്യസ്തമായ സോംബി യൂണിവേഴ്സിൻ്റെ ഭാഗമാണ് സോംബി സ്പൈഡർമാൻ. സോംബി വൈറസ് തൻ്റെ ശരീരത്തിൽ കടന്നതിന് ശേഷവും തൻ്റെ വ്യക്തിബോധവും ബുദ്ധിശക്തിയും നിലനിർത്താൻ ഈ സ്പൈഡർമാന് സാധിച്ചു. എങ്കിലും മാംസത്തിനായുള്ള അടങ്ങാത്ത ആർത്തി സോംബി സ്പൈഡർമാനെയും വലിച്ചുകൊണ്ടിരുന്നു. സ്പൈഡർ ഹൾക്കിനേക്കാളും ശക്തി ഒരു നിസ്സാര സോംബിക്ക് എങ്ങനെ വരുമെന്ന് ചിന്തിക്കാൻ വരട്ടെ. ഈ സ്പൈഡർമാനെ വളരെ അപകടകാരിയാക്കുന്ന നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന് സോംബി ആയതിനു ശേഷം വേദന അറിയാൻ കഴിയില്ല എന്നതാണ്. എത്ര മാരകമായ പ്രഹരമേൽപ്പിച്ചാലും ഈ സ്പൈഡർമാനെ തടയാൻ കഴിയില്ല. വേദന അറിയാത്തത് കൊണ്ട് തന്നെ സ്പൈഡർമാൻ്റെ ഇടിക്കും വളരെയേറെ ശക്തിയുണ്ടാകും. ഇതിൻ്റെയൊക്കെ കൂടെ കോമിക് ഒരു ഭാഗത്തെത്തുമ്പോൾ സോംബി സ്പൈഡർമാന് പവർ കോസ്മിക് കൂടി ലഭിക്കുന്നു.
ഗാലക്ടസ്, സിൽവർ സർഫർ പോലെയുള്ള അതിശക്തരായ കോസ്മിക് ബീങ്സിൻ്റെ പക്കലുള്ള ശക്തിയാണിത്. പവർ കോസ്മിക് ലഭിക്കുന്നതോടെ അപകടകാരിയായ ഈ സ്പൈഡർമാന് ടെലിപ്പോർട്ടേഷൻ, ടൈം ട്രാവൽ പോലുള്ള അമാനുഷിക ശക്തികൾ കൂടി കിട്ടുന്നു. ലിസ്റ്റിലെ 1-ാം സ്ഥാനക്കാരനായ ഈ സ്പൈഡർമാൻ്റെ ശക്തി അളക്കാൻ ആർക്കും സാധിക്കില്ല. മൾട്ടിവേഴ്സിലെ തന്നെ ഏറ്റവും ശക്തനായ സ്പൈഡർമാൻ വേരിയൻ്റാണ് കോസ്മിക് സ്പൈഡർമാൻ. ആക്സ് ഓഫ് വെഞ്ചൻസ് എന്ന കോമിക്കിൽ സ്പൈഡർമാൻ്റെ ശരീരത്തിൽ എനിഗ്മ ഫോഴ്സ് എന്നൊരു പ്രത്യേകതരം എനർജി കടക്കുന്നു. ഈ എനർജി എവിടെ നിന്ന് എങ്ങനെ ഉത്ഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അത് തൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചതോടുകൂടി സ്പൈഡർമാന് നിരവധി പുതിയ ശക്തികൾ ലഭിക്കുന്നു. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ദൈവതുല്യമായ ശക്തികൾ. ദ്രവ്യത്തിനെ നിയന്ത്രിക്കാനും യാതൊരു യന്ത്രത്തിൻ്റെ സഹായവുമില്ലാതെ പറക്കാനും കോസ്മിക് സ്പൈഡർമാന് കഴിയും. തനിക്ക് ചുറ്റുമുള്ള ഏതാനും മീറ്ററുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന പീറ്ററിൻ്റെ ശക്തിയെയാണ് സ്പൈഡർ സെൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ കോസ്മിക് സ്പൈഡർമാൻ്റെ സ്പൈഡർ സെൻസിൻ്റെ റേഞ്ച് പ്രപഞ്ചം മുഴുവനും വ്യാപിക്കുന്നതാണ്. കോസ്മിക് സ്പൈഡർമാന് ബഹിരാകാശത്തും ജീവിക്കാൻ സാധിക്കും. അതിനു പുറമെ പ്രകാശത്തിൻ്റെ 99% വേഗത്തിൽ സഞ്ചരിക്കാനും ഈ സ്പൈഡർമാനെ കൊണ്ട് പറ്റും. ഹൾക്കിൻ്റെ ശക്തി കൂടിയ വേരിയൻ്റായ ഗ്രേ ഹൾക്കിനെ ഒറ്റ ഇടിക്ക് ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ട് കോസ്മിക് സ്പൈഡർമാൻ. അജയ്യനായ കോസ്മിക് സ്പൈഡർമാനെ ക്യാപ്റ്റൻ യൂണിവേഴ്സ് എന്ന പദവിയും കിട്ടുന്നു. പ്രപഞ്ചത്തിൻ്റെ ശക്തി മുഴുവനും കോസ്മിക് സ്പൈഡർമാൻ്റെ ശരീരത്തിലുണ്ട്. മൾട്ടിവേഴ്സിൽ എർത്ത് 616-ലും 91110-ലുമാണ് സ്പൈഡർമാൻമാർ കോസ്മിക് സ്പൈഡർമാനായി മാറിയിട്ടുള്ളത്. ഇവരാണ് മൾട്ടിവേഴ്സിലെ അതിശക്തരായ ആ 5 സ്പൈഡർമാൻ വേരിയൻറ്റുകൾ. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ നിരവധി സ്പൈഡർമാൻ വേരിയൻറ്റുകൾ വേറെയുമുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you soon with another interesting video. Thanks for watching.